ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമം നമ്മൾ ഒരുപാട് സഹസ്രനാമങ്ങൾ ജപിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കും, ശിവസഹസ്രനാമം ജപിക്കും, വിഷ്ണു സഹസ്രനാമം ജപിക്കും, വിഘ്നേശ്വര സഹസ്രനാമം ജപിക്കും. അങ്ങനെ ധാരാളം സഹസ്രനാമങ്ങൾ ജപിക്കും. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും സഹസ്രനാമങ്ങൾ ഇങ്ങനെ വലിയ ബോർഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും അത് ജപിക്കാറുമുണ്ട്. നമുക്ക് യാതൊരു മന്ത്രദീക്ഷയും ഇല്ലാതെ ഏത് സമയത്തും ജപിക്കാൻ പറ്റുന്ന വളരെ വളരെ ശക്തിമത്തായ ഒരു നാമമാണ് സഹസ്രനാമങ്ങളെന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമം പ്രത്യേകിച്ച് ദേവിയുടെ 1000 നാമങ്ങളാണ് അതിൽ പറയുന്നത്. ലളിതാദേവിയുടെ, ലളിതാ ത്രിപുരസുന്ദരിയുടെ 1000 നാമങ്ങൾ. അത് നമുക്ക് യാതൊരു മന്ത്രദീക്ഷയും വേണ്ട. കുളിക്കാതെ വേണമെങ്കിലും ജപിക്കാമോ എന്ന് ചോദിക്കാം. നമുക്കിപ്പോൾ സുഖമില്ല, വയ്യാതിരിക്കുന്നു, നമ്മൾ കുളിച്ചില്ല, നമുക്ക് ജപിക്കാം. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ജപിക്കാം. മറ്റ് പുലവാലായ്മ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ജപിക്കാം. ഏത് സമയത്തും ജപിക്കാൻ പറ്റുന്ന നാമങ്ങളാണ് സഹസ്രനാമങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 ബുക്ക് മേടിച്ച് വെക്കുക. എന്നിട്ട് ഒരു ബുക്ക് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക, ഒരു ബുക്ക് നമ്മുടെ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ജപിക്കാം. കാരണം ഇപ്പം മെൻസസ്സൊക്കെ ആയിട്ടിരിക്കുന്നു, ആ സമയത്ത് നമ്മൾ പൂജാമുറിയിൽ കയറാറില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് 2 ബുക്ക് മേടിക്കാനായിട്ട് പറയുന്നത്. എന്തിനാണ് ഈ സഹസ്രനാമങ്ങൾ ജപിക്കുന്നത്? നമുക്ക് എളുപ്പത്തിൽ ജപിക്കാൻ പറ്റുന്ന, അതായത് ആരുടെയും ഗുരു ഉപദേശമില്ലാതെ ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. ചെറിയ അക്ഷരത്തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും നമ്മളത് തിരുത്തി വായിച്ചു പോയാൽ മതി. അതിലൊന്നും വലിയ ദോഷങ്ങളോ അല്ലെങ്കിൽ അത് വിപരീത ഫലത്തിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല ലളിതാ സഹസ്രനാമങ്ങൾ അല്ലെങ്കിൽ മറ്റ് സഹസ്രനാമങ്ങൾ. എന്തെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പം നമ്മളതൊന്ന് നിർത്തി ഒന്ന് ശ്രദ്ധിച്ച് ഒക്കെ വായിച്ചു പോയാൽ മതി. അഥവാ ചെറിയ മിസ്റ്റേക്കുകൾ വരുവാണെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് വായിച്ചു പോയാൽ മതി. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അതിന് യാതൊരു മന്ത്രദീക്ഷയുടെയും ആവശ്യമില്ല. ഇനി എന്തിനാണ് നമ്മൾ സഹസ്രനാമങ്ങൾ ജപിക്കുന്നത്? ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്ന ഒരാൾക്ക് ഭയം എന്ന് പറയുന്ന അല്ലെങ്കിൽ പേടി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല. അസുഖബാധിതരായിരിക്കുന്ന ആളുകളാണെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ അവർക്ക് കുറേശ്ശെ ആ അസുഖങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഒരു വിദ്യ ഉണ്ടാകുന്നതിനും അവരുടെ ബുദ്ധിക്ക് തെളിമയുണ്ടാകുന്നതിനും സഹായിക്കും. ഓർമ്മ കുറഞ്ഞു വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഓർമ്മയ്ക്ക് വ്യക്തതയുണ്ടാകും. അതുപോലെ കുട്ടികളില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാകും. ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടും. എന്തിനു പറയുന്നു? എന്തൊക്കെയാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ആ ആവശ്യങ്ങളെല്ലാം തന്നെ ലളിതാ സഹസ്രനാമം സ്ഥിരമായി ജപിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും. 6 മാസം സ്ഥിരമായി ലളിതാ സഹസ്രനാമം നിങ്ങളുടെ വീട്ടിൽ ജപിച്ചാൽ മഹാലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, പൗർണമി ഇതുപോലുള്ള ദിവസങ്ങൾ, പഞ്ചമി, പൗർണമി, പഞ്ചമി, അമാവാസി ഇതുപോലെ ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളെല്ലാം ലളിതാ സഹസ്രനാമം ജപിക്കുക. തൃക്കാർത്തിക ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുക. എന്നും ജപിക്കാൻ കഴിയുന്നെങ്കിൽ ജപിക്കുക. അതല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസങ്ങളിൽ ജപിക്കുക. തിങ്കളാഴ്ച ശിവസഹസ്രനാമം ജപിക്കുക. ബുധനാഴ്ച വിനായക സഹസ്രനാമം ജപിക്കുക. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ചൊവ്വാഴ്ച ദേവി സഹസ്രനാമം ജപിക്കുക. വെള്ളിയാഴ്ച ഭഗവതി സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെ നമുക്ക് മാറി മാറി ജപിക്കാം. പക്ഷേ ലളിതാ സഹസ്രനാമം സ്ഥിരമായി ജപിക്കുന്ന ഒരാൾക്ക് മറ്റ് സഹസ്രനാമങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, അത് വേറെ. പക്ഷേ ലളിതാ സഹസ്രനാമത്തിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. ലളിതാ സഹസ്രനാമം തുടർച്ചയായി ജപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും
നമ്മുടെ ജീവിതത്തിന് വളരെ വളരെ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. 100-ൽ 150% ഉറപ്പാണ്. 6 മാസം സ്ഥിരമായി ലളിതാ സഹസ്രനാമം ജപിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തൊഴിലിടത്തും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വികാസത്തിനും ഒരു 6 മാസം സ്ഥിരമായി ലളിതാ സഹസ്രനാമം ജപിക്കാം. അതിൽ സ്ത്രീകൾക്ക് ജപിക്കാം. കാരണം അവർക്ക് ആ പീരീഡ്സ് ആയിരിക്കുന്ന 6 ദിവസങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 7 ദിവസങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തും ലളിതാ സഹസ്രനാമം ജപിക്കാം. അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. ഒരു വിളക്ക് കത്തിച്ചു വെച്ച് നമുക്ക് താഴെ ഒരു പാ വിരിച്ചിട്ട് അതിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കാം. ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിഘ്നേശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നു മുതൽ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങുകയാണ്, അതുകൊണ്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് വിഘ്നേശ്വരനോടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒരു വിളക്ക് അല്ലെങ്കിൽ എടുത്ത് കത്തിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ അല്പം പുഷ്പങ്ങൾ വിതറി ആ വിളക്കിനെ നിങ്ങൾക്ക് ദേവിയായി, ലളിതാ ത്രിപുര സുന്ദരിയായി സങ്കല്പിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയും ഒന്ന് 2 പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നൈവേദ്യമൊന്നും ദിവസവും വെക്കേണ്ട ആവശ്യമില്ല. വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെക്കുക. അതല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ അല്പം ജലമെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും മതി. ഇനി താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കട്ടിലിലോ കസേരയിലോ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. ദിവസവും പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ധ്യാന ശ്ലോകം പ്രാർത്ഥിക്കണം. അതെല്ലാവർക്കും അറിയാമായിരിക്കും. സിന്ദൂരാരണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ആ ധ്യാന ശ്ലോകം. ആ ധ്യാന ശ്ലോകം പ്രാർത്ഥിച്ച് ദേവിയെ വന്ദിച്ചതിന് ശേഷം വേണം ലളിതാ സഹസ്രനാമത്തിലേക്ക് തുടങ്ങാൻ. ഓം ശ്രീ മാത്ര ശ്രീ മഹാരാജ്ഞി എന്ന് തുടങ്ങുന്ന ആ ലളിതാ സഹസ്രനാമത്തിലേക്ക് തുടങ്ങാൻ. ദേവിയുടെ 1000 നാമങ്ങളാണ്. തീർച്ചയായിട്ടും ആ നാമം നിങ്ങൾ ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ വെറുതെ പറയും എനിക്കൊരാവശ്യവുമില്ല. പക്ഷേ ആ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി നിവർത്തിച്ചു പോന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുകയുള്ളൂ. ഒരു സന്യാസിക്ക് പോലും അദ്ദേഹത്തിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങളായിരിക്കത്തില്ല അവരുടെ ആവശ്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തി ഭംഗിയായി നടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ലളിതാ സഹസ്രനാമ പാരായണം. അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രത്യേകതയുള്ള ഒരു ആഴ്ചയാണ്. ഏകാദശി വരുന്നു. ഏറ്റവും പ്രത്യേകതയുള്ള ഏകാദശിയാണ് വരാൻ പോകുന്നത്. ദേവിയുടെ വലിയ പ്രത്യേകതയുള്ള ദേവിയുടെ ഒരു ഭാവമാണ് ശാകംഭരി ദേവി. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ശാകംഭരി ദേവിയെ നമ്മൾ ഈ ഒരാഴ്ച അഷ്ടമി തിഥി മുതൽ, അതായത് വ്യാഴാഴ്ച മുതൽ നമ്മൾ അടുത്ത പൗർണമി വരെ 25-ാം തീയതി വരെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദേവിയെ ഓം ശാകംഭരി ദേവിയെ നമ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഭഗവാൻ നാരായണനെയും കൂട്ടത്തിൽ ലളിതാ സഹസ്രനാമവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങൾ ഒക്കെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. വെള്ളിയാഴ്ച ദിവസം നവമിയാണ്. നവമി ദേവിക്ക്, പ്രത്യേകിച്ച് മഹിഷാസുരമർദ്ദിനിക്ക്, ലളിതാ ത്രിപുര സുന്ദരിക്ക് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് നവമി എന്ന് പറയുന്നത്. നമുക്കറിയാം മഹാനവമി നമ്മുടെ ദേവിയാണ് അന്ന് പ്രാർത്ഥിക്കുന്നത്, പൂജിക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. നവമി ദിവസമാണ്. നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ നവമി ദിവസത്തിൽ ജപിച്ച് തുടങ്ങാം. കാരണം പൗഷ് മാസമാണ്. ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് വളരെ നല്ല ഒരു മാസമാണ് ഈ പൗഷ് മാസം എന്ന് പറയുന്നത്. പൗഷ് മാസത്തിൽ ഒരു കാര്യം തുടങ്ങിയാൽ അത് വളരെ അനുഗ്രഹം, അതിന് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശാകംഭരി ദേവിയുടെ
അഷ്ടമി ഉത്സവം ഒരാഴ്ച നീണ്ടു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ലളിതാ ത്രിപുര സുന്ദരിയെയും പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം, നവമി ദിവസം നിങ്ങൾ ശാകംഭരി ദേവിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ തന്നെ ലളിതാ സഹസ്രനാമവും ജപിക്കുക. അതുപോലെ ഏകാദശി വരുന്നു, എല്ലാവരും ഏകാദശി എടുക്കണം. പിന്നെ തൈപ്പൂയം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സും ശരീരത്തെയും നമ്മൾ സജ്ജമാക്കുക. പരമാവധി സമയം പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ എല്ലാവർക്കും തരട്ടെ. ഹരേ കൃഷ്ണ.